നമ്മൾ ഈ സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കൊച്ചു കുട്ടികൾ ഉൾപ്പെടുന്ന കുറേ റീൽസ് വരാറുണ്ട്. തർക്കുത്തരം പറയുന്നതോ അല്ലെങ്കിൽ അവർ ചിരിക്കുകയോ അല്ലെങ്കിൽ ചിരിപ്പിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ കണ്ണ് നനയിക്കുന്ന പോലത്തെ എന്തെങ്കിലും ഒരു ഡയലോഗ് അച്ഛനോടും അമ്മയോടും അവർ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കും ഒരു ഫീൽ ഉണ്ടാവും. അങ്ങനെ ഒരു ഫീലിൻ്റെ പുറത്ത് ഞാൻ മുമ്പൊക്കെ ലൈക്ക് ചെയ്തിട്ടുള്ള കുറേ വീഡിയോസൊക്കെ ഉണ്ട്. അതിൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ വന്നൊരു വീഡിയോ എനിക്കൊരാൾ ഷെയർ ചെയ്ത് തന്നു. സത്യത്തിൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്ന് തോന്നിയത്. ആ വീഡിയോ ഞാനൊന്ന് പ്ലേ ചെയ്യാം. കുട്ടിയുടെ മുഖം ഞാൻ ബ്ലർ ചെയ്യുന്നുണ്ട്. അച്ഛനും മോളും തമ്മിൽ വഴക്കാണ്. അവള് ദേഷ്യം കൊണ്ട് എന്തോ വലിച്ചേർന്നു. അച്ഛനെ ആശ്വസിപ്പിക്കുന്ന സാധാരണ പിള്ളേർ ചെയ്യുന്നതൊക്കെ തെറ്റാണോ നീ ചെയ്തേ? ആണോ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ദേഷ്യം വരുമ്പോ കൈ ഇരിക്കുന്ന വലിച്ചെറിയല്ലെന്ന്? പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഈ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ വന്നിട്ടുള്ള വീഡിയോ ഇതിനു മുമ്പ് ലൈക്ക് ചെയ്തിട്ടുള്ളതാണ്. അവൾ അച്ഛനുമായിട്ടുള്ളൊരു കോൺവെർസേഷനാണ്. നല്ല രസമുള്ള ഒന്നാണ്. കണ്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ കണ്ണ് നിറയുന്ന പോലത്തെ ഒരു സംഭവം. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അതായത് അവൾക്കൊന്ന് സങ്കടപ്പെടാനും ദേഷ്യപ്പെടാനും പോലും നാട്ടുകാരെ കാണിക്കുന്നു എന്ന് പറയുന്ന കുഞ്ഞൊരു തെറ്റ് ചെയ്തു. കുട്ടികളാകുമ്പോൾ ഒരുപാട് തെറ്റുകളും അബദ്ധങ്ങളും ഒക്കെ സംഭവിക്കുക. അവർ കാണുന്ന സിനിമകളിൽ നിന്നും അവരുടെ പിയർ ഗ്രൂപ്പിൽ നിന്നും അച്ഛനമ്മമാരിൽ നിന്നും ഒക്കെ അവർ പഠിക്കുന്ന കാര്യങ്ങളാണ് അവർ റിയൽ ലൈഫിൽ ചെയ്തു നോക്കുക. അപ്പോൾ അവരുടെ പ്രായത്തിന് മുകളിൽ നിൽക്കുന്ന കാര്യങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ ചെയ്യുന്നത് കുറച്ച് മോശമായിട്ട് അവർ ആലോചിക്കുന്നില്ലല്ലോ. അപ്പോൾ അവർ ഇരുത്തി നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. ആ റീൽ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തും അവളെന്തോ ദേഷ്യം വന്ന് വലിച്ചെറിഞ്ഞു. അപ്പോൾ വലിച്ചെറിയാൻ പാടില്ല എന്ന് കുട്ടിയെ പറഞ്ഞ് പഠിപ്പിക്കുന്നതാണ്. പക്ഷേ ആ അമ്മ ക്യാമറയുമായിട്ട് അത് റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. അച്ഛൻ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ എന്താണ് ആ കുട്ടി റിയലൈസ് ചെയ്യേണ്ടത്? അതായത് എൻ്റെ ഭാഗത്തു നിന്നൊരു തെറ്റ് വന്നു, അത് ആ കൊച്ചിന് മനസ്സിലാവുന്നുണ്ട് ദേഷ്യമൊക്കെ പെടുമ്പോൾ. പക്ഷെ അപ്പോഴും അവൾ ചോദിക്കുന്നത് ഇത് മുഴുവൻ നാട്ടുകാരെ കാണിച്ച് എനിക്ക് പൊങ്കാല മേടിച്ച് തരുമോ എന്ന് ചോദിക്കുന്നതാണ്. അതായത് ഒരു കുട്ടി അവളുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കാൻ നാട്ടുകാരെ കുറിച്ച് ആലോചിക്കേണ്ടി വരുന്നൊരവസ്ഥ എന്ന് പറയുന്നത് അത് ഭയങ്കര ഹൊറിബിളാണ്. എന്നുവെച്ചാൽ എനിക്ക് ഭയങ്കര സങ്കടവും ദേഷ്യവും വല്ലാത്തൊരു ഫീലായിരുന്നു. എന്താണെന്ന് പറയുക, ഈ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള, ഞാൻ ആ വേർഡ് യൂസ് ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ അച്ഛനമ്മമാർക്ക് അതിനോട് വിയോജിപ്പുണ്ടാകും. കുട്ടികളെ വെച്ചുകൊണ്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മളും അത്തരം വീഡിയോസ് കാണുമ്പോൾ ഇഷ്ടപ്പെടുമ്പോൾ നമ്മൾ ലൈക്ക് ചെയ്യാറുണ്ട്. പക്ഷേ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇത്തരം വീഡിയോസ് വരുമ്പോൾ അവരുടെ പ്രൈവസിയെക്കുറിച്ച് അവരുടെ പല കാര്യങ്ങളെയും കുറിച്ച് പലപ്പോഴും കൺസേൺ ആവുന്നില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അതിലൊരു 5 കാര്യങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ, അത്തരം ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നന്നായിരിക്കും എന്നെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ 5 കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോ. അതിനു മുമ്പ് ഫാമിലി വ്ളോഗ്സിനെ കുറിച്ചിട്ടുള്ളൊരു ബേസിക് ഐഡിയ പറയണം. കാര്യം ഫാമിലി വ്ളോഗുകളാണ് കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള വീഡിയോസിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. സീരിയൽസ് ഓൺ സ്റ്റിറോയിഡ്സ് എന്നുള്ളതാണ് ഫാമിലി വ്ളോഗ്സിനെ കുറിച്ച് പറയാനുള്ളത്. മലയാളത്തിലെ ഒരു TV സീരിയൽ എത്രമാത്രം ടോക്സിക്കാണോ, എത്രമാത്രം മോശമായിട്ടുള്ള ഒരു പൊതുബോധമാണോ സൃഷ്ടിക്കുന്നത്, അതിനെ മരുന്ന് കൊടുത്ത് വീർപ്പിച്ചെടുത്തതുപോലെയാണ് പല ഫാമിലി വ്ളോഗുകളുള്ളത്. മിക്കവാറും ഒന്നെങ്കിൽ അതൊരു പ്രാങ്ക് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ട് അതിങ്ങനെ ഊതിപ്പെരുപ്പിച്ച് കാണിക്കുന്നതായിരിക്കും. ഒരുവിധപ്പെട്ടതിൻ്റെ ഒക്കെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ആദ്യം ഹായ് ഗൈസ്, എൻ്റെ അമ്മയാണ്, അച്ഛനാണ്, അപ്പൂപ്പനാണ്, അളിയനാണ്, പെങ്ങളാണ്, ഭാര്യയാണ്, അനിയത്തിയാണ് എന്ന് പറഞ്ഞ ആളുകളെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിനുശേഷം അവരുടെ ക്യാരക്ടേഴ്സ് ഇങ്ങനെ പറയും. പതിയെ കുഞ്ഞു കുഞ്ഞു രസമുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും. അതിലൂടെ പതുക്കെ ഡെവലപ്പ് ചെയ്ത് വന്ന് ഈ ക്യാരക്ടേഴ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വെക്കും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ നല്ല കുടുംബം കേട്ടോ എന്ന് പറഞ്ഞ് മാത്രമല്ല കാണുന്നത്, ആ കുടുംബത്തിലെ ആ അമ്മച്ചിയുടെ സ്വഭാവം ഇങ്ങനെയാണ്, ആ കുടുംബത്തിലെ ആ പെങ്കൊച്ചിൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, ഈ ഒരു രീതിയിലാണ് അത് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ കമൻസിലൊക്കെ ഈ ഫാമിലി മെമ്പേഴ്സിനെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള കമൻറ്റുകൾ വരുമല്ലോ. ഇപ്പം ഞാനാണെങ്കിൽ എൻ്റെ വീഡിയോ ഞാനും അമ്മയും കൂടി നിൽക്കുന്ന എന്തെങ്കിലും ഒരു ഫോട്ടോയോ വീഡിയോ വന്ന് അതിൽ താഴെ എൻ്റെ അമ്മയെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരു കമൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയെ ഞാൻ പ്രൊഫൈലിൽ നിന്ന് ബാൻ ചെയ്യും. അത്രയും എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇത്തരം ഫാമിലി വ്ളോഗുകളിൽ നമുക്ക് അത്തരം കമൻറ്റുകൾ കാണാൻ പറ്റും. അതിൻ്റെ വാലെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്ന ഈ ഫാമിലി വ്ളോഗ് ഫാൻസിനെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ
പതുക്കെ ഇതിൻ്റെ ഒരു വളർച്ചയുടെ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഒന്നെങ്കിൽ വേറെ കണ്ടന്റ് ഒന്നും കിട്ടിയില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാങ്ക് എന്നൊക്കെ പറഞ്ഞാൽ അപ്പുറത്ത് നിൽക്കുന്ന ആളെ വെറുതെ ടെൻഷനാക്കി കളയുന്ന പ്രാങ്ക് ആയിരിക്കും. പ്രാങ്കിൻ്റെ പേര് ചിലപ്പോൾ തല്ലും വാങ്ങിച്ചു കൂട്ടും, എന്നിട്ട് അതൊക്കെയാണ് കണ്ടന്റ്. അപ്പോൾ പ്രാങ്ക് തല്ലുപിടുത്തം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രസവമാണ്. പ്രഗ്നൻ്റ് ആവാൻ പോകുന്നു, ആയോന്ന് തോന്നുന്നു, ആയി, 1-ാം മാസം 2-ാം മാസം 3-ാം മാസം 6-ാം മാസം 10-ാം മാസം കഴിഞ്ഞ് കൊച്ചിൻ്റെ ആദ്യത്തെ ദിവസം, കണ്ണുറന്ന ദിവസം, കമിഴ്ന്നിടുന്ന ദിവസം, ഇതിങ്ങനെ ഇത് മുഴുവൻ പൈസയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിതൊന്നും തടയാനൊന്നും പറ്റില്ല. അതായത് ആ കുട്ടിയെ എങ്ങനെ വീഡിയോയിൽ പോർട്രേ ചെയ്യണം എന്നുള്ളത് ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൻ്റെയും അതുപോലെ തന്നെ ആ കുട്ടിയുടെ അച്ഛനമ്മമാരുടെയും ഒരു യുക്തിക്കനുസരിച്ച് ചെയ്യേണ്ടതാണ്. അതിൽ എൻ്റെ യുക്തി, ഞാനൊരു പേരൻ്റൊന്നും ആയിട്ടില്ല, പക്ഷേ എപ്പോഴെങ്കിലും ആവുകയാണെങ്കിൽ തന്നെയും ആ കുട്ടിയെ സംബന്ധിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ചില ഫാമിലി വ്ളോഗ്സ് ഒക്കെ ഉണ്ടല്ലോ, നിങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ഇവർ കുട്ടിയെ വിറ്റാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, നിങ്ങൾ ആ കണ്ടുകൊണ്ടിരിക്കുന്ന ആ വ്ളോഗ് ചാനലിൽ കുട്ടിയെ നിങ്ങൾ ഡിലീറ്റ് ചെയ്യൂ. കുട്ടി ഇല്ല എന്ന് വിചാരിക്കും. ആ ചാനലിൽ നിങ്ങളിപ്പോൾ കൺസ്യൂം ചെയ്യുന്നത് പോലെ തന്നെ കൺസ്യൂം ചെയ്യുമോ? ഇപ്പോൾ ഫോളോ ചെയ്യുന്ന അത്രയും ആവേശത്തോടുകൂടി നിങ്ങൾ ആ ചാനലിനെ ഫോളോ ചെയ്യുമായിരുന്നു. അപ്പോൾ അവർ ആ കുട്ടിയാണ് അവിടെ സെല്ല് ചെയ്യുന്നത്. ചില ചാനൽസിൽ കുട്ടിയല്ല, വേറെ തല്ലും പിടുത്തവും ബഹളമൊക്കെ ആയിരിക്കും. തല്ലും പിടുത്തവും ബഹളമൊക്കെ ചെയ്തോട്ടെ, അത് ഓരോരോ മനുഷ്യരുടെ ചോയ്സാണ്. 10-18 വയസ്സൊക്കെ കഴിഞ്ഞ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിയതും പിച്ചതും മാന്തിയതും പിന്നെ സ്വന്തം കൂടപ്പുറപ്പിനെ വരെ നാട്ടുകാർക്ക് ആക്രമിക്കാൻ ഇട്ട് കൊടുക്കുന്നത്. അവരുടെ പെരുമാറ്റത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമുക്ക് വിയോജിപ്പുകളുണ്ടാകും, നമ്മളത് പ്രകടിപ്പിക്കും, ചിലപ്പോൾ നിയമപരമായി വരെ നേരിടേണ്ടി വന്നേക്കാം. പക്ഷേ അത് നാട്ടുകാർക്ക് കൊത്തിവലിക്കാൻ ഇട്ട് കൊടുക്കുന്ന പരിപാടിയൊക്കെ നടക്കുന്നത്, അതൊക്കെ അവരുടെ ഇഷ്ടം, എന്തും ആയിക്കോട്ടെ. പക്ഷേ ഒരു കുട്ടി എന്ന് പറയുന്ന ഒരു എലമെൻ്റ് അവിടെ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വിദേശ രാജ്യങ്ങളിലൊക്കെ കുട്ടികളെ മോശമായി വീഡിയോയിൽ പോർട്രേ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയുടെ കസ്റ്റോഡിയൻഷിപ്പ്, അതായത് കുട്ടിയുടെ സംരക്ഷണ അവകാശം അച്ഛനമ്മമാരിൽ നിന്ന് എടുത്തു മാറ്റും. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സെറ്റപ്പ് ഇല്ല. കുറച്ച് നാൾ മുമ്പ് ഒരു സിനിമ വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് കുട്ടിയെ അവിടുത്തെ നാട്ടുകാർ, നോർവേ ആണെന്ന് തോന്നുന്നു രാജ്യം, മലയാളത്തിൽ വന്നിട്ടുണ്ട്, അതുപോലെ മറ്റു ഭാഷകളിലും വന്നിട്ടുണ്ട്. കുട്ടി സുരക്ഷിതയോ അല്ല എന്ന് പറയുന്നൊരു ബോധ്യം സർക്കാരിനുണ്ടാകുമ്പോൾ കുട്ടി അവർ ഏറ്റെടുക്കും. പിന്നെ കുട്ടിയെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള അച്ഛനമ്മമാരുടെ പോരാട്ടമൊക്കെയാണ്. അങ്ങനെ കണ്ടൊരു സിനിമയിൽ അച്ഛൻ ദേഷ്യം വന്നിട്ട് ഒരു ഗ്ലാസോ മറ്റോ വലിച്ചെറിയാണ്. ഒരു ഇഞ്ച് മാറി ആ കൊച്ചിൻ്റെ തലയ്ക്ക് വീഴേണ്ടതാണ്. പക്ഷേ കൊച്ചിനെ സർക്കാർ ഏറ്റെടുത്ത് കഴിയുമ്പോൾ അയ്യോ ഞങ്ങളുടെ കൊച്ചിനെ ഞങ്ങൾക്ക് തിരിച്ചു തരുമെന്ന് പറയുന്ന സെൻറ്റിമെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ നാട്ടിൽ കുട്ടികളെ ഡീൽ ചെയ്യുന്നത് മഹാമോശമാണ്. അതിൻ്റെ ഒരു എപ്പിക് എക്സാമ്പിളാണ് ഫാമിലി വ്ളോഗുകളിൽ കുട്ടികൾ വരുന്നത്. ഇതിൽ ആദ്യത്തെ കാര്യം, ഈ റീലിൽ ആ കുഞ്ഞ് ചോദിക്കുന്ന അതേ ചോദ്യമാണ്, കുട്ടിയുടെ പ്രൈവസിയാണ്. കുട്ടികൾക്ക് കുട്ടികളായിട്ട് ഇരിക്കാൻ പറ്റണ്ടേ? അവർക്ക് അവരുടെ ദേഷ്യങ്ങളില്ലേ? അവർക്ക് അവരുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഇല്ലേ? ഇതങ്ങനെ ഒരു സാധനം ഇല്ലല്ലോ. ആ കുട്ടി അവരുടെ വീട്ടിലിരിക്കുന്ന ഒരു സാധാരണ ഡ്രസ്സൊക്കെ ഇട്ടിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. നമ്മളൊക്കെ വീട്ടിൽ സാധാരണ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുമായിരിക്കും. പക്ഷെ നമ്മൾ എത്ര പേര് അങ്ങനെ വലിയ മേക്കപ്പും പരിപാടിയും അല്ലെങ്കിൽ ഒന്ന് ഒരുങ്ങി റെഡി ആയിട്ടല്ലാതെ ഒരു വീഡിയോനെ ഫേസ് ചെയ്യും? ചെയ്യുന്നവരുണ്ട്, ഇല്ല എന്നൊന്നുമല്ല. പക്ഷേ അത് ഒരു ചോയ്സ് ആയിട്ട് എടുക്കാനുള്ളൊരു സാമാന്യ ബുദ്ധി വളർച്ചയൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ. പക്ഷേ ഒരു കൊച്ചുകുട്ടിയെ സംബന്ധിച്ച് അതതിൻ്റെ വീട്ടിലിരിക്കുകയാണ്. എന്നെ ആ ഡ്രസ്സിൽ നാട്ടുകാർ കാണണ്ടായിരുന്നു എന്നാൽ കുട്ടി പറയാൻ തന്നെ കുറച്ച് കാലം എടുക്കും. അപ്പോഴാണ് ആ കുട്ടീനെ അതേ ഡ്രസ്സിൽ ആ ഒരു കൊച്ചിൻ്റെ ഇമോഷൻസിനെ മുഴുവൻ ക്യാപ്ചർ ചെയ്തുകൊണ്ട് നാട്ടുകാരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഈ കുട്ടി ഇതിന് ശേഷം അതിൻ്റെ സുഹൃത്തുക്കളോടൊപ്പം സംസാരിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു. ഒരുപാട് വിശേഷങ്ങളൊക്കെ സംസാരിക്കുന്ന ആ ഒരു പ്രായത്തിലേക്ക് എത്തുമ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് എന്ന് പറയുമ്പോൾ അയ്യോ വേണ്ട, നിൻ്റെ കുട്ടിക്കാലമൊക്കെ നമ്മൾ കണ്ടു ബോറടിച്ചതാണ് എന്ന് പറയുന്ന പോലത്തെ ഒരു റിപ്ലൈ ഫേസ് ചെയ്യേണ്ടി വരുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. അവിടേക്കൊന്നും പോകണ്ട. ആ കുഞ്ഞിനൊരു പ്രൈവസി ഉണ്ട്, അവരുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കാൻ, അവരുടെ ഏറ്റവും കോറായിട്ടുള്ള ഇമേജ് എന്താണ് എന്ന് കാണിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാവണം. ആ സ്പേസ് നാട്ടുകാർക്ക് ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടോ നാട്ടുകാർക്ക് കണ്ട് ഉൾപ്പളകം വരാൻ വേണ്ടിയിട്ടോ ഇട്ടുകൊടുക്കാൻ പാടില്ലാത്ത ഒന്നാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രണ്ടാമത് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന പ്രഷർ ടു പെർഫോം ഓൾവേസ് എന്ന് പറയുന്നൊരു എലമെൻ്റാണ്. ഏത് നിമിഷം ഇപ്പോൾ ഫാമിലി വ്ളോഗുകൾ നമ്മൾ എടുത്ത് നോക്കിയാലും അല്ലെങ്കിൽ കൊച്ചുകുട്ടികളെ വെച്ചുകൊണ്ടുള്ള വീഡിയോസ് നോക്കിക്കഴിഞ്ഞാലും ഓരോ മൊമെൻറ്റിലും ഒരു കണ്ടൻറ്റിൻ്റെ സാധ്യതയുണ്ട്. അതായത് ചിലപ്പോൾ അവർ ചിരിക്കുന്നതായിരിക്കും, ചിലപ്പോൾ കരയുന്നതായിരിക്കും, ചിലപ്പോൾ അവരൊരു കൗണ്ടർ പറയുന്നതായിരിക്കും. നമുക്കിത് റീടേക്ക് എടുക്കാനൊന്നും പറ്റില്ല. കുട്ടികളല്ലേ, ഏത് നിമിഷമാണ് ഒരു കണ്ടൻറ്റ് കിട്ടുക എന്നറിയാത്തതുകൊണ്ട് ചിലപ്പോൾ ഫുൾ ടൈം ക്യാമറ ഓൺ ആയിരിക്കും. ഈ പല സിറ്റുവേഷൻസ് നിങ്ങൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, കുട്ടിയുടെ കുറേ ക്യാമറ ആയിട്ട് ഒരാൾ നടക്കുകയാണ്. ആ നടപ്പ് അവരായിട്ട് ജീവിക്കുന്നതാണ്. അതിനെ അവരോടൊപ്പമുള്ള അവരുടെ അച്ഛനും അമ്മയുമായി നിന്നുകൊണ്ട് ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് നിലനിർത്തിക്കൊണ്ട് ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് എത്രത്തോളം പോസിബിൾ ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം നമ്മളിപ്പോൾ ഞാനും എൻ്റെ കുഞ്ഞും കൂടി ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. ആ കുഞ്ഞ് കുറച്ച് കളിപ്പാട്ടങ്ങളുമായിട്ട് എൻ്റെ അടുത്തിരുന്ന് കളിക്കുകയാണ്. അതിനിടയിൽ അവൻ കുറേ കുസൃതിയും കാര്യങ്ങളൊക്കെ പറയുമായിരിക്കും. ഞാനും അതിൻ്റെ ഭാഗമായിട്ട് അയാൾക്കൊപ്പം ഇരുന്ന് കളിക്കുകയും അയാൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമ്പോഴല്ലേ അവിടെ ഒരു സൗഹൃദം ഉണ്ടാകുന്നത്, ഒരു ബോണ്ടിങ് ഉണ്ടാകുന്നത്. അതേസമയം ഞാൻ ക്യാമറയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, ഇവൻ്റെ കണ്ടൻറ്റ് എന്താണ്, ഇവൻ എപ്പോഴും എന്താ കൗണ്ടർ പറയാൻ നോക്കിയിട്ട് അവിടെ എവിടെയാണ് ഈ പറയുന്നൊരു ബോണ്ടിങ് ഉണ്ടാവുക. മാത്രമല്ല ഈ കുട്ടി ഒരു സമയം കഴിയുമ്പോൾ മനസ്സിലാക്കുമല്ലോ, എന്നെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്, ഇത് സോഷ്യൽ മീഡിയയിൽ എവിടെയൊക്കെയോ പോകുന്നുണ്ട്, കുറേ അങ്കിൾമാരും ആൻറ്റിമാരും ഒക്കെ അത് പറയുന്നു ഇത് പറയുന്നു.
ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രഷറുണ്ട്. ഇവർ ഏത് നിമിഷവും പെർഫോം ചെയ്യേണ്ടി വരികയാണ്, അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കണം എന്നുള്ളത് കൊണ്ട് അവരായിരിക്കാൻ അവർക്ക് സാധിക്കാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇതെപ്പോഴും ഉണ്ടാവുന്നു എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയം കുറച്ചല്ലേ ഉള്ളൂ. ആ സമയത്തെ അപഹരിക്കുന്ന ഒരു പരിപാടിയാണത്. മൂന്നാമത് ചിന്തിക്കേണ്ട കാര്യം, ഈ കുഞ്ഞുങ്ങളെ ഇവരുടെ അച്ഛനമ്മമാർ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണോ എന്നുള്ളതാണ്. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ഒന്നുകൂടി ചോദിക്കുകയാണ്. ചില ഫാമിലി വ്ളോഗ് ചാനലുകൾ എടുത്തു വെച്ചിട്ട്, നിങ്ങൾ ഫോളോ ചെയ്യുന്ന ചാനലായിരിക്കും, അവിടെ കുഞ്ഞുങ്ങളില്ലായിരുന്നു എങ്കിൽ നിങ്ങൾ ഇപ്പോൾ കൺസ്യൂം ചെയ്യുന്ന പോലെ തന്നെ ആ ചാനൽ കൺസ്യൂം ചെയ്യാമായിരുന്നു, ഇന്ന് കാണുന്ന ആ ഗ്രോത്ത് ആ ചാനലിൽ ഉണ്ടാവുമായിരുന്നു എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കാവുന്നതാണ്. അങ്ങനെ കോൺസ്റ്റൻ്റ്ലി ഈ ഒരു ഇമോഷനെയും ഈ ഒരു സിറ്റുവേഷനെയും ഒക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ആളുകളുടെ തണലിൽ വളരുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ, ഞാൻ ഈ പറയുന്നത് അവരൊക്കെ ഭയങ്കര മോശം പേരൻസ് ആണ്, ആ കുട്ടികൾക്ക് ദുരന്ത ജീവിതം നയിക്കുകയാണ് എന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല പറയുന്നത്. എനിക്ക് തോന്നുന്ന ചില സംശയങ്ങൾ, എൻ്റെ ചില കൺസേൺസ് വെക്കുകയാണ്. അതിൽ മൂന്നാമത്തെ കാര്യമാണ് പറഞ്ഞത്. നാലാമത്തെ കാര്യം, ഇതൊരു ലോങ് ടേം ഇമ്പാക്റ്റ് ആണ്. നമ്മൾ ഈ ഇൻ്റർനെറ്റിൽ വലിച്ചു വാരി അപ്ലോഡ് ചെയ്യുന്നത് മുഴുവൻ അത് എല്ലാ കാലത്തും അവിടെ തന്നെ കിടക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ ഫേസ്ബുക്കിലൊക്കെ പണ്ടിട്ടിട്ടുള്ള ഫോട്ടോസ് കുത്തിപ്പൊക്കി കൊണ്ടുവരുന്ന ആളുകളുണ്ട്. ലൈക്ക് അടിച്ചിട്ട് പഴയ ഫോട്ടോസ് കുത്തിപ്പൊക്കി കൊണ്ടുവരിക. ഒരു 10 വർഷം മുമ്പത്തെ നമ്മുടെ ഫോട്ടോ കാണുമ്പോൾ അയ്യേ ഇതൊക്കെ നാട്ടുകാരെ കാണിക്കണോ എന്ന് പോലും ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളുള്ളത്. അപ്പോഴാണ് അംഗനവാടി പോലും എത്തിയിട്ടില്ലാത്ത കൊച്ചിൻ്റെ വീഡിയോസും സ്റ്റിൽസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ കണ്ടന്റ് ഉണ്ടാക്കുന്നത്. ശരി, എൻ്റെ ഈ രൂപത്തിലുള്ളത് നാട്ടുകാരെ കാണിച്ചോളൂ, ഇത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുന്നൊരു സ്റ്റേജിലെത്തിയിട്ടുള്ളൊരു കുട്ടി അച്ഛനോടും അമ്മയോടും ഒപ്പം ഇരുന്ന് എഡിറ്റിംഗ് സ്പേസിൽ ഇത് ഇന്നതുപോലെ പോകാൻ പാടില്ല, ഇങ്ങനെ വരാൻ പാടൂ, എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ പബ്ലിക് ഇത്രയും മനസ്സിലാക്കിയാൽ മതി എന്ന് പറയുന്നൊരു ഫിൽറ്ററിങ് എവിടെയാണ് സംഭവിക്കുന്നത്? മിക്കവാറും കേസുകളിൽ ഉണ്ടാവില്ല. കാര്യം പിള്ളേർ കരയുന്നതും ചിരിക്കുന്ന ഒക്കെ ഇവിടെ കണ്ടന്റാണ്. അവർ വായി തോന്നിയ വെളിവുകേട് വിളിച്ച് പറയുന്നത് ഇവിടെ കണ്ടന്റാണ്. നാളെ കുറേ വർഷങ്ങൾക്ക് ശേഷം അവർ ഈ സാധനം കാണുമ്പോൾ, അല്ലെങ്കിൽ ഇതൊക്കെ ആരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊരു തോന്നലുണ്ടാകുമ്പോൾ ഉള്ളിലുണ്ടാകുന്നൊരു ബുദ്ധിമുട്ടുണ്ട്. അത് നേരത്തെ പറഞ്ഞ ഫേസ്ബുക്ക് ഫോട്ടോസ് കുത്തിപ്പൊക്കുന്ന സമയത്തുണ്ടാകും. ചില ആളുകൾക്ക് മറ്റേ അൾട്രാ പ്രോ മാക്സ് കോൺഫിഡൻസ് ഒക്കെ ആയിരിക്കും. അങ്ങനെയുള്ളവർക്കൊന്നും ഇതൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നില്ല. പക്ഷേ നമ്മൾ സാധാരണ മനുഷ്യരെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. അഞ്ചാമത്തെ പ്രശ്നം, അതൊരു പക്ഷേ വീട് തേടി വരാൻ സാധ്യതയില്ലാത്ത ഒരു ദുരന്തമാണ്. പക്ഷേ പിന്നീട് ആർക്കെങ്കിലും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ദുരന്തത്തിന് കുറച്ച് വളവിട്ട് കൊടുക്കുന്നത് പോലെയാണ്. അതായത് നമ്മളിങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന കുട്ടികളുടെ എഡിറ്റഡ് അല്ലാത്ത, അതായത് പ്രോപ്പർ ഇങ്ങനൊരു ക്യാരക്ടറിനപ്പുറം ഈ കുഞ്ഞിനെക്കുറിച്ച് മറ്റാരും അറിയരുത്, ഈ കുഞ്ഞിൻ്റെ പ്രൈവസി ഇത്രയാണ് എനിക്ക് പുറത്തറിയിക്കാനുള്ളത്, ഇതിനപ്പുറത്തേക്ക് വേണ്ട എന്നൊക്കെ ചിന്തിക്കുന്ന വളരെ ഫിൽറ്റേർഡായിട്ട് കുഞ്ഞുങ്ങളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന, വളരെ കുറച്ച് വിരലിലെണ്ണാൻ വരെ, അരവിരൽ മുക്കാൽ വിരൽ എന്നൊക്കെ പറയുന്ന അത്രയും മാത്രം എണ്ണാൻ പറ്റുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സേ നമ്മുടെ നാട്ടിലുള്ളൂ. അങ്ങനെയുള്ളവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കുട്ടികളുടെ അൺഫിൽറ്റേർഡ് ആയിട്ടുള്ള, അൺഎഡിറ്റഡ് ആയിട്ടുള്ള ഇതുപോലെ പല ക്ലിപ്പുകളും പ്രചരിപ്പിക്കപ്പെടുമ്പോൾ ഇതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന പ്രിഡേറ്റേഴ്സ് നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. എത്ര പേരിങ്ങനെ ഫാമിലി വ്ളോഗൊക്കെ അപ്ലോഡ് ചെയ്യുന്ന എത്ര ആളുകൾ അവരുടെ യൂട്യൂബിലൊക്കെ, ഞാൻ യൂട്യൂബിനെ മാത്രം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം ഫാമിലി വ്ളോഗുകളിൽ പ്രത്യേകിച്ച് കുട്ടികൾ വരുന്ന വീഡിയോസ് ഇത്തരം വ്യൂസൊക്കെ വരാറുണ്ട്. അത് ഏത് ഏജ് ഗ്രൂപ്പിൽ നിൽക്കുന്ന, ഏത് ജെൻഡറിൽ നിൽക്കുന്ന ആളുകളാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് എത്ര പേരിത് ഫിൽറ്റർ ചെയ്യുന്നുണ്ടാവും. പലപ്പോഴും പല കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെയും വീഡിയോ എടുത്ത് നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഒരു പാറ്റേൺ ഹിറ്റായി വരുന്നു, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഏതെങ്കിലും ഒരു വ്ളോഗർ ചെയ്ത് വിജയിച്ച ഒരു കാര്യം ഉണ്ടെങ്കിൽ, ഇപ്പോൾ പ്രസവാനന്തരം, പിന്നെ കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങുകൾ, ഇതുപോലത്തെ പരിപാടികളൊക്കെ വരുന്ന സമയത്ത് ഈ കാര്യത്തിൽ വിജയിച്ചിട്ടുള്ള വ്ളോഗേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെന്തൊക്കെയാണോ ചെയ്തിട്ടുള്ളത് ഇത് റിപ്പീറ്റ് ചെയ്യുക എന്ന് പറയുന്നൊരു കാര്യമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത്, നമ്മളൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് അതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു പ്ലേസ്മെൻറ്റ് നടത്തി ഇങ്ങനെയൊക്കെ വ്ളോഗ് ചെയ്യുന്നവർ വളരെ വളരെ കുറവാണ്. അങ്ങനെ ചെയ്യുന്നവരാണ് ആക്ച്വലി അനലിറ്റിക്സ് ശ്രദ്ധിക്കുള്ളൂ. നമ്മളെ ആരാണ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളെ ആരാണ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എത്ര ആളുകൾ ഇതുപോലെ ശ്രദ്ധിക്കുന്നുണ്ടാവും. നമ്മൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനെയാണ്? കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള, വേർഡ് ഞാൻ വീണ്ടും ഉപയോഗിക്കുകയാണ്, കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ, അതായത് വ്ളോഗ്സ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ഡെയിലിയൊക്കെ വീഡിയോ ഇടുന്ന ചാനലുകൾ വരെയുണ്ട്. ഞാനും എൻ്റെ കുഞ്ഞും എൻ്റെ പാർട്ട്ണറും കൂടി ഞങ്ങളൊരു യാത്ര പോവുകയാണ്. ആ യാത്ര പോകുമ്പോൾ നമ്മളൊരു ക്യാമറമാനെ കൂടി കൊണ്ടുപോകുന്നുണ്ട്. ഞങ്ങൾ എൻജോയ് ചെയ്യും, ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. പക്ഷേ അയാളാണ് അതൊക്കെ ക്യാപ്ചർ ചെയ്യേണ്ടത്. എനിക്ക് എൻ്റെ കുഞ്ഞിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്, അവരുടെ സന്തോഷമാണ്. ആ കാര്യങ്ങളുമായിട്ട് ഞാനിങ്ങനെ നോക്കിപ്പോവും. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് അധികം ചിന്തിക്കുകയൊന്നുമില്ല, അല്ലെങ്കിൽ ആ കണ്ടന്റ് സാധ്യതയൊന്നും എൻ്റെ വിഷയമൊന്നുമല്ല. പക്ഷേ ഞങ്ങളിങ്ങനെ പോകും. പിന്നെ അത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനും കൂടി ഇരിക്കും. എൻ്റെ കുട്ടിയുടെ പ്രൈവസി കട്ടാവാത്ത രീതിയിൽ, ഇപ്പോൾ ഞാൻ ഫാമിലി വ്ളോഗ് ചെയ്യുകയാണെങ്കിൽ എന്ന് വെച്ചിട്ട് പറയുന്നതാണ്, അങ്ങനെ ഒരു സാധനം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞാനും കൂടി ഇരുന്ന് എൻ്റെ കുഞ്ഞിൻ്റെ പ്രൈവസി, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഫിൽറ്റർ ചെയ്ത് ഇതിലെന്താണ് പുറത്തേക്ക് പോകേണ്ടത്, ഇതിൽ ഏതൊക്കെ സാധ്യതകളെ ഞാൻ പരിഗണിക്കേണ്ടതുണ്ട് എന്ന് കൃത്യമായി നോക്കിയതിന് ശേഷമായിരിക്കും ചെയ്യുക. പക്ഷേ
നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു 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 മൂന്നാമൻ ക്യാമറാമാനെ കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് പല ഫാമിലി വ്ളോഗുകളിലും സംഭവിക്കുന്നില്ല. അച്ഛൻ അല്ലെങ്കിൽ അമ്മ തന്നെയാണ് കുട്ടിയുടെ പുറകെ ക്യാമറയുമായിട്ട് നടക്കുന്നത്. എങ്ങനെയാണ് ഒരു ഇമോഷണൽ കണക്റ്റ് ഉണ്ടാക്കാൻ പറ്റുക? പിന്നെ ഒരു ചൈൽഡ്ഹുഡിൽ ഈ പബ്ലിക്കിന് ഇട്ട് കൊടുക്കാത്ത ഒരുപാട് എലമെൻറ്റുകൾ വേണം. നിങ്ങളുടെ കുട്ടി ഒരു കുന്ന് കയറുകയാണെന്ന് വിചാരിക്കും. വെറുതെ ആ കുട്ടിയുടെ കൂട്ടുകാരുമായിട്ട് ഒരു കുന്ന് കയറി ഇങ്ങനെ പോവുകയാണ്. നമ്മളൊക്കെ ചെറുതിൽ ചിലപ്പോൾ പോയിട്ടുണ്ടാവും. അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ തളരും, ഇരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് തള്ളും, കഥ പറയും, വെയിൽ കൊണ്ട് ഹയ്യ അമ്മ എന്നൊക്കെ പറഞ്ഞ് കുറേ അഭിനയിക്കും. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുമായിട്ട് രസമായിട്ട് നമ്മൾ ആ കുന്നിൻ്റെ മുകളിൽ കയറി ചെന്ന് കൂട്ടുകാരുമായിട്ട് കഥ പറഞ്ഞിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ട്. പക്ഷെ പുറകിലൊരു ക്യാമറമാൻ ഉണ്ടെങ്കിൽ നമ്മൾ അന്ന് ഇങ്ങനെ ഒന്നും എൻജോയ് ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ വളരെ കോൺഷ്യസ് ആയിരിക്കും. ഹേ ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്, ഗൈസ് ഇതിങ്ങനെയാണ്, ഗൈസ് ഇതങ്ങനെയാണ്, ഗൈസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇൻവിസിബിൾ ആയിട്ടുള്ള, അവരുടെ കൂടെ അങ്ങനെ ഒരാളില്ല, ഇൻവിസിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കാണാൻ സാധ്യതയുള്ള ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ജീവനോടെ നമ്മുടെ കൂടെ നിൽക്കുന്ന കൂട്ടുകാരുണ്ട്. അവരും ഇതിൽ വളരെ അവെയറായിരിക്കുകയാണ്. ഇത് കുറേ കാലം കഴിയുമ്പോൾ ആരെങ്കിലും കാണും, അല്ലെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് നാട്ടുകാർ മുഴുവൻ കാണാനുള്ളതാണ് എന്ന് പറയുന്ന വളരെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ചിന്താഗതി അവരുടെ ഉള്ളിൽ കിടക്കുകയാണ്. ഇപ്പം നമ്മൾ സിനിമയിൽ അഭിനയിക്കുന്ന കുട്ടികളെ കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഓരോ ഷോട്ടിന് മുമ്പ് ആ കുട്ടി റെഡിയാണോ, കുട്ടി ഹാപ്പി ആണോ എന്നൊക്കെ നോക്കി ഉറപ്പുവരുത്തി ആ കുഞ്ഞിനും കൂടി ഓക്കെ ആകുമ്പോഴാണ് പല ഷോട്ടുകളും എടുക്കാറുള്ളതെന്ന് സംവിധായകരും ചൈൽഡ് ആർട്ടിസ്റ്റും ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അവർ റെഡിയാണോ എന്ന് നോക്കിയിട്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. മോനെ നമുക്കൊരു വ്ളോഗ് ചെയ്താലോ എന്ന് പറയുന്ന ഒരു ചോദ്യം ചോദിച്ച് ആ കുട്ടിയെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരുന്നൊരു പ്രോസസ്സ് മിക്കവാറും കേസുകളിൽ നടക്കുന്നില്ല എന്നാണ് വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവുന്നത്. ഈ കുഞ്ഞ് കരയുന്നത് ഞാൻ നിൻ്റെ വീഡിയോ എടുത്തോട്ടെ എന്ന് അമ്മ ചോദിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ്. ഇതും കൂടി നീ നാട്ടുകാരെ കാണിക്കുക എന്ന് ചോദിക്കുന്ന ആ ചോദ്യം വരുന്ന അവിടെ നിന്നാണ്. ആ കുട്ടിയും അച്ഛനും ഒക്കെ നിന്നുകൊണ്ട് ഡാൻസ് കളിക്കുന്ന, അവർ രസമുള്ള കോൺവെർസേഷനിൽ ഏർപ്പെടുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ചില കാര്യങ്ങളത് കുഞ്ഞുങ്ങളുടേത് മാത്രമാണ്. കുഞ്ഞുങ്ങളും അവരുടെ അച്ഛനമ്മമാരും അല്ലെങ്കിൽ അവർക്ക് പ്രിയപ്പെട്ടതായി തോന്നുന്ന കൂട്ടുകാരോടൊപ്പം മാത്രം ചെലവഴിക്കേണ്ടതാണ്. ആ പ്രൈവസിയെ ബ്രീച്ച് ചെയ്യുമ്പോൾ അവരുടെ ദൃശ്യങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ലോകത്തിന് മുന്നിലേക്ക് നമ്മളത് തുറന്നു വെക്കുമ്പോൾ, അതിനെ വിൽക്കാൻ ശ്രമിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന കുറേ ചൈൽഡ്ഹുഡ് ഉണ്ട്. ഒരു ക്യാമറയ്ക്കും നിന്ന് കൊടുക്കാതെ നമ്മളൊക്കെ എൻജോയ് ചെയ്തിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സ് കുറച്ചെങ്കിലും കൊടുക്കണം എന്ന് പറയുന്ന ഒരു അപേക്ഷ മുന്നിൽ വെച്ച് എനിക്കിപ്പോൾ ആരുടെയും കൈ കയറി പിടിക്കാനൊന്നും പറ്റില്ല. അച്ഛനും അമ്മയും ഓക്കെ ആണെങ്കിലാണ്, അവരുടെ കൺസെൻറ്റ് ഉണ്ടെങ്കിലാണ് കുട്ടികളെ കാണിക്കാൻ പറ്റുമെന്നാണ് പല ഗൈഡ് ലൈൻസും പറയുന്നത്. പക്ഷേ ആ ഗൈഡ് ലൈൻസ് നമ്മൾ ചോദ്യം ചെയ്യപ്പെടണം. കാര്യം അവർക്ക് ഓക്കെ ആണെങ്കിൽ എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ പേരൻസിനും തെറ്റ് പറ്റാം. അന്നേരത്തെ പൈസയുടെ ആവശ്യത്തിന് അല്ലെങ്കിൽ വിവേകശൂന്യമായ ചില തീരുമാനങ്ങൾക്ക് വേണ്ടി ബലി കൊടുക്കേണ്ടി വരുന്നത് കുട്ടികളുടെ ഏറ്റവും സുന്ദരമായ കുറേ പ്രൈവറ്റ് നിമിഷങ്ങളായിരിക്കും. ഇത് ജസ്റ്റ് ഒരു റിമൈൻഡർ മാത്രമാണ്. ഇതിൻ്റെ പേരിൽ കേരളത്തിലെ ഫാമിലി വ്ളോഗുകൾ എല്ലാം സൂപ്പറാവാൻ പോകുന്നു അല്ലെങ്കിൽ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള വീഡിയോസിൻ്റെ എണ്ണം കുറയുന്നു എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഒരല്പമെങ്കിലും ശ്രദ്ധിക്കാൻ പറ്റിയാൽ നന്നായിരിക്കും. നാട്ടുകാർക്ക് കമൻറ്റ് ബോക്സിൽ കൊത്തിവലിക്കാൻ അപ്പനെയും അമ്മയും വരെ ഇട്ട് കൊടുക്കുന്ന മക്കളുള്ള നാടാണ്. അതൊക്കെ അവരുടെ ഇഷ്ടം. കുഞ്ഞുങ്ങളെ നമുക്ക് വെറുതെ വിട്ടൂടെ? അവർ കരഞ്ഞോട്ടറോ വേറൊരാൾ അവരെ മോണിറ്റർ ചെയ്യുന്നില്ല എന്ന് അറിഞ്ഞുകൊണ്ട് അവർ ചിരിക്കട്ടെ, അവർ കളിക്കട്ടെ. ഇനി അവർ ചോദിക്കുകയാണെങ്കിൽ ഷൂട്ട് ചെയ്യുന്നു എന്ന് പറയുന്നൊരു സെനാരിയോ ഉണ്ട്. അത് വേറൊരു പരിപാടി തന്നെയാണ്. ഹലോ ഗൈസ് എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യാൻ അവർക്കൊരു മൊബൈൽ ഫോൺ കൊടുത്ത് അവർ ഭയങ്കര ഹാപ്പി ആവുന്ന ചില മൊമെൻറ്റുകളുണ്ട്. അതിനപ്പുറത്തേക്ക് അവരായിരിക്കേണ്ട കുറേ സമയങ്ങളും സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് പറയണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ പരിഗണിക്കുക.